ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. മുത്തബക്ക് അല്ലെങ്കിൽ മുർത്തബക്ക് എന്നതിനെ പറയാറുണ്ട്. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പിയാണിത്. ഇതിനകത്ത് ഫില്ലിങ് നമുക്ക് സ്വീറ്റായിട്ടും അല്ലെങ്കിൽ സ്പൈസി ആയിട്ടും, അതായത് നോൺ വെജ് പോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് സ്വീറ്റായിട്ടുള്ള മുത്തബക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു ടീസ്പൂൺ ഷുഗർ എന്നിവ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നെയ്യും യൂസ് ചെയ്യാം. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആക്കി എടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാനിവിടെ പറയുന്നില്ല, അതൊക്കെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാതെ കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് മാവ് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് മിനിമം ഒരു 30 മിനിറ്റെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 1 മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിവിടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ 3 ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് മുത്തബക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു കപ്പ് മൈദ കൊണ്ട് നമുക്ക് ജസ്റ്റ് 3 ബോൾസ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അതിൽ കൂടുതൽ ഉണ്ടാക്കിയാൽ ബുദ്ധിമുട്ടായിരിക്കും മുത്തബക്ക് റെഡിയാക്കാൻ. അല്ലെങ്കിൽ ഇത് നമുക്ക് 2 പോർഷൻ ആക്കിയിട്ട് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഡോ മൊത്തത്തിൽ അങ്ങനെ പരത്തിയെടുക്കാം. എന്തായാലും മാക്സിമം 3 ബോൾസിലേറെ ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. 1 കപ്പ് മൈദ വെച്ചിട്ടുള്ള അളവാണ് കേട്ടോ ഞാനീ പറഞ്ഞത്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഞാനിവിടെ പഴമാണ് എടുക്കുന്നത്. 3 ഫിലിപ്പീനി പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറുപഴം വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ 3 കോഴിമുട്ടയാണ്, വലുതാണെങ്കിൽ 2 എണ്ണം മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഷുഗറൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്ക പൊടിച്ചതൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന പഴം ചെറുതാക്കിയിട്ട് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ആയിട്ട് കീറിയിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് മുട്ട കൂടി പോകരുത്. വലിയ മുട്ടയാണെങ്കിൽ അതാണ് 2 മുട്ട മതി എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മൈദയുടെ ബോൾസിൽ ഒന്നെടുത്ത് പരത്തി കൊടുക്കാം. ജസ്റ്റ് കൈ വെച്ച് പരത്തിയതിന് ശേഷം ഇതിന് മുകളിൽ ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുകയാണ്. 2 സൈഡും ഓയിൽ വെച്ചിട്ട് ബ്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തുന്ന ഒരു റോൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഓയിൽ തേച്ചുകൊണ്ട് തന്നെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാൻ എളുപ്പമാണ്. കറക്റ്റ് ഷേപ്പൊന്നും കിട്ടേണ്ട ഒരു ആവശ്യമില്ല. ഇനി നമുക്കൊരു തവ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നേരത്തെ പരത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു മാവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തവ ഓവറായിട്ട് ചൂടാവേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ആ പഴവും മുട്ടയും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിൽ കാണുന്ന പോലെ നമുക്ക് ഓരോ സൈഡും ഇങ്ങനെ മടക്കിയിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കണം. നമ്മൾ ഫ്ലെയിം കത്തിച്ച് വെച്ചിട്ടാണ് ഈ മടക്കി കൊടുക്കുന്നത്, അതുകൊണ്ട് കൈയൊന്നും പൊള്ളിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഓയിൽ മതി. ഇനി നെയ്യും ബട്ടറും ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഒരുപോലെ കുക്കാക്കി എടുക്കാം.
അപ്പോൾ എൻ്റെ പാൻ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇത് മറിച്ചിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി കളിക്കുകയാണ്. അതുകൊണ്ടാണ് 2 ചട്ടകമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ കുറവാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് സൈഡിലൊക്കെ ഗീ പുരട്ടി കൊടുക്കാം. ഗീയോ ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതായാലും മതി. അപ്പോൾ ഫസ്റ്റ് മുത്തബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 2 ബോൾസും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതിനൊപ്പം നമുക്ക് ബാക്കിയുള്ള ബോൾസും പരത്തിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പൊറോട്ടയൊക്കെ അടയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഈ റോൾ വെച്ച് തിന്നാക്കിയിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം ഓയിൽ തേച്ചാൽ നമുക്കിങ്ങനെ വീശി അടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിന്നായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതും നേരത്തെ ചെയ്ത പോലെ ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്തു. അധികം കുക്കാവുന്നതിന് മുമ്പേ നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം. പാനിലേക്ക് ഇട്ട പാടത്തിന് നമുക്ക് ഈ ഒരു മിക്സ് സെൻറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ മുട്ട ഓവറായി പോവരുത്. മുട്ട ഓവറായി നമുക്ക് മടക്കിയെടുക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് ഇങ്ങനെ കുറച്ചായിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ല അങ്ങനെ വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും മുട്ട ഓവറാവാണ്ടിരിക്കാവും നല്ലത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മടക്കി കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. തവ ചൂടുള്ളതാണ്, കൈ പൊള്ളാണ്ടിരിക്കാൻ സൂക്ഷിക്കുക. പിന്നെ അതുമാത്രമല്ല നമുക്കിത് ഒറ്റ ട്രിപ്പായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ഫുൾ ഡോയും ഒറ്റ പ്രാവശ്യം മൊത്തത്തിലും കണ്ട് പരത്തി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ പഴത്തിൻ്റെ മിക്സ് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ച് മടക്കിയെടുത്താലും മതി. അങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ചെറിയ പോർഷൻ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ മുത്തബക്ക് അഥവാ മുർത്തബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ സ്വീറ്റ് ആയിട്ടുള്ള വെർഷനാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ നോൺ വെജ് വെർഷനും ഞാൻ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.